ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നേ നമുക്ക് ടേസ്റ്റി ആയിട്ട് ഒരു ഈസി കടലക്കറി ഉണ്ടാക്കിയാലോ. അപ്പോൾ അത് വറവിടുന്നതാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് കടലക്കറി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ നാളികേരം അരച്ച കടലക്കറിയാണ്, പക്ഷേ നാളികേരം വറുത്തിട്ടില്ല കേട്ടോ കടലക്കറിയിൽ. അപ്പോൾ അങ്ങനെ എനിക്ക് നല്ല ടേസ്റ്റി ആയിട്ട് തോന്നി. ഞാൻ സ്ഥിരം നാളികേരം വറുത്തരച്ച് കറി വെക്കുന്ന ആളായിരുന്നു. അപ്പോൾ ഇങ്ങനെ വെക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് ഞാൻ വറക്കുന്ന ഒരു പ്രോസസ്സ് ഒഴിവാക്കിയിട്ട് ഈ ഒരു രീതിയിൽ കടലക്കറി വെക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഞാൻ ഇത്രയും കടല ഇത് ഓവർനൈറ്റ് സോക്ക് ചെയ്തിട്ട കടലയാണ്, ഇത്രയാണ് എടുത്തിരിക്കുന്നത്. ചെറിയൊരു കറി ഉണ്ടാക്കാൻ വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു കടലയിലേക്ക് ഞാനിനി ഉള്ളി, ഉരുളക്കിഴങ്ങ്, അതുപോലെ ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, കറിവേപ്പില ഇത്രയും ഇതിലേക്ക് ഇട്ടിട്ടേ ഞാൻ വിസിലടിക്കാനുള്ള പരിപാടി കേട്ടോ. അപ്പോൾ ഉരുളക്കിഴങ്ങ് എന്തിനാണ് ഇടുന്നതെന്ന് വെച്ചാൽ ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഉള്ളി ഞാനൊരു നമ്മുടെ കടല എത്രയാണോ നമ്മൾ എടുക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് ഉള്ളി, ഉരുളക്കിഴങ്ങും തക്കാളിയും ഈ ജിഞ്ചർ ഗാർലിക്കൊക്കെ നമുക്ക് തീരുമാനിക്കാം. അപ്പോൾ ഞാനിതിലേക്ക് ഒരു ഉള്ളിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്, അതുപോലെ ഒരു ഉരുളക്കിഴങ്ങ്, ഇത്രയും ഇഞ്ചിയും വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലപോലെ ചതച്ചിട്ട് ഇതിലേക്ക് ഇടും. അതുപോലെ 1.5 തക്കാളി അത്രയും ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഞാനിപ്പോൾ ഈ കുക്കറിലേക്ക് ഇടും. പച്ചമുളകും വേണ്ടവർക്ക് ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ ഇതിലേക്ക് പച്ചമുളക് ആഡ് ചെയ്യുന്നില്ല, കാരണം ഞാനിതിലേക്ക് ചിക്കൻ മസാല ഇടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു സ്പൈസി തന്നെ ഞങ്ങൾക്ക് ഇവിടെ ധാരാളമാണ്, മക്കൾക്കൊക്കെ അതാണ് ഇഷ്ടം. അപ്പോൾ അത് കാരണം അത്ര എരിവേ ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ പച്ചമുളക് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നില്ല. വേണ്ടവർക്ക് ഇപ്പോൾ അതിലേക്ക് പച്ചമുളക് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് പൊടികൾ ഇടുന്നത് നോക്കാം. അപ്പോൾ മസാലപ്പൊടികൾ ഇടുകയാണ്. അപ്പോൾ ആദ്യം മഞ്ഞൾപ്പൊടിയാണ് ഇടുന്നത് കേട്ടോ. അപ്പോൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നീട് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/2 ടീസ്പൂൺ നല്ല മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എരിവ് നമുക്ക് എത്ര വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച്. പിന്നെ 1.5 ടേബിൾ സ്പൂൺ കോറിയൻഡർ പൗഡർ ആഡ് ചെയ്തിട്ടുണ്ട്, മല്ലിപ്പൊടി. സെയിം അളവ് തന്നെയാണ് ചിക്കൻ മസാല ആഡ് ചെയ്യുന്നത്. 1.5 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നീട് 1 ടീസ്പൂൺ ഗരം മസാല, 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ, പിന്നെ ആവശ്യത്തിന് ഉപ്പും വെള്ളവും നമ്മൾ ആവശ്യത്തിന്, ഈ കടല വേവുന്നതിന് ആവശ്യത്തിന് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതും ഞാനിവിടെ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത കാരണം നമുക്ക് ഈ ഇതിന്റെ മസാലയൊന്നും വിസിലടിക്കുമ്പോൾ പുറത്തേക്ക് വരില്ല കേട്ടോ. അതിനാണ് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കണം എന്ന് ഞാൻ പറയാൻ കാരണം. അപ്പൊ അത് ഞാൻ കാണിച്ചു തരാം. എൻ്റെ കുക്കറിന്റെ അടപ്പിന്റെ മുകളിൽ ഒരു മസാലപ്പൊടിയുടെ ഒരു അടയാളം പോലും വന്നിട്ടില്ല കേട്ടോ. അത് നമുക്ക് ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരാവേ. അപ്പോൾ ഇത്രയും പൊടികളാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. എന്നിട്ട് ഇതിലേക്ക് കറിവേപ്പില 2 തണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് അടച്ചു വെച്ച് ഒരു 5 വിസിലടിക്കാം. ലോ സിമ്മിലാണ്, ഹൈ ഫ്ലെയിമിലല്ല, ഏറ്റവും ലോ ഫ്ലെയിമിലാണ് ഞാൻ 5 വിസിൽ അടിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് നമുക്ക് കാണാം.
അപ്പോൾ ഇതാ ഞാൻ കുക്കർ അടച്ചു വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി വിസിൽ വരുന്ന നേരം കൊണ്ട് നമുക്ക് നമ്മുടെ നാളികേരം റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനൊരു 1.5 കപ്പ് നാളികേരം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് ഇതിലേക്ക് ഒരു 3 ചെറിയ ഉള്ളി ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇത് നല്ലപോലെ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം കേട്ടോ. ഞാൻ നാളികേരം വറുക്കാതെയാണ് കടലക്കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ പ്രത്യേകം പറയുകയാണ്, ഞാൻ പച്ച നാളികേരമാണ് അരയ്ക്കുന്നത് കേട്ടോ. അപ്പം എല്ലാവരും വിചാരിക്കും ഇങ്ങനെ പച്ച നാളികേരം അരയ്ക്കുമ്പോൾ കറി ഭയങ്കര മധുരം വരുമോ എന്നൊക്കെ ഉള്ള ഒരു ചിന്ത എല്ലാവർക്കും ഉണ്ട്. അപ്പം അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അപ്പം ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ നാളികേരം അരയ്ക്കാതെ. എനിക്ക് നാളികേരം അരച്ച കടലക്കറി കേട്ടോ ഒന്നും കൂടെ ടേസ്റ്റ് ആയിട്ട് തോന്നിയത്. നാളികേരം ഒന്നും അരയ്ക്കാതെ നമ്മൾ കറി വയ്ക്കുമ്പോൾ അതിനോട് ഇഷ്ടം തോന്നിയിട്ടില്ല. നമ്മൾ പണി വേഗം എളുപ്പത്തിലാക്കാൻ വേണ്ടിയിട്ടാണ് നാളികേരം അരയ്ക്കാതെ വെക്കുന്നത്. അപ്പം ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വറക്കാനുള്ള മടിയാണെങ്കിൽ. ഇപ്പം കണ്ടില്ലേ, എൻ്റെ കുക്കർ വിസിലടിച്ചതാണ്, 5 വിസിലടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ മസാലേൻ്റെ ഒരു ഡ്രോപ്പ് പോലും വന്നിട്ടില്ല, കണ്ടില്ലേ. അപ്പം എൻ്റെ എല്ലാ കഷ്ണങ്ങളും ഒക്കെ നന്നായിട്ട് വെന്തിട്ടുമുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇനി ഇതിലത്തെ ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് നമുക്ക് ഉടച്ചെടുക്കണം. അങ്ങനെ ഉടയ്ക്കുമ്പോഴാണ് ഈ കറിക്ക് ഒരു കൊഴുപ്പ് വരുന്നത്. അപ്പോൾ ഇതാ കടല ഒക്കെ ഇതാ വേവായിട്ടുണ്ട്, ഒരു കുഴപ്പമില്ല. 5 വിസിലടിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇനി ഇങ്ങനെ വെക്കുമ്പോൾ, ഏത് കറി വെക്കുമ്പോഴും അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ കുക്കർ നമുക്ക് സേഫാക്കി വെക്കാം. നമുക്ക് കഴുകാനുള്ള ബുദ്ധിമുട്ട് ഒഴിവായി കിട്ടും. അപ്പോൾ അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ അതാ കടലയൊക്കെ വെന്തിട്ടുണ്ട്. ഞാൻ ഇതിലത്തെ ഉരുളക്കിഴങ്ങൊക്കെ നല്ലപോലെ ഒന്ന് ഉടയ്ക്കുന്നുണ്ട്. ഇനി എന്നിട്ട് നമുക്ക് ഇതിലേക്ക് നമ്മളെ അരച്ചു വെച്ച നാളികേരം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ തിളപ്പിച്ചെടുക്കണം. പിന്നീട് ഇത് വറവിടണം. അത്രേ ഉള്ളൂ, ഇനി പണിയൊന്നുമില്ല. വറവിടാൻ നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി അധികം എടുക്കണം കേട്ടോ. അപ്പോഴാണ് നമ്മളെ കറിക്ക് നല്ല ടേസ്റ്റ് വരുന്നത്. പിന്നെ വേറൊരു സംഭവം ഉണ്ടായിട്ടോ ഈ കടലക്കറി ഉണ്ടാക്കുന്നതിനിടയിൽ. കറി നാളികേരമൊക്കെ അരച്ച് നല്ലപോലെ തിളച്ച് ഒക്കെ റെഡിയായി ഞാൻ വറവിടുന്നതിന് മുന്നേ തന്നെ കറി പകുതി കഴിച്ചു കഴിഞ്ഞു കേട്ടോ. ഇവിടെ എല്ലാവർക്കും വറവിടാനുള്ള ഒരു അത്രയും ആ ഉള്ളി ഒന്ന് ബ്രൗൺ കളറായി വരാനുള്ള ക്ഷമയില്ല. അപ്പോഴേക്കും വിശപ്പ് ആയിട്ടുണ്ടായിരുന്നു. അതേപോലെ പുട്ട് റെഡി ആയിട്ടിരിക്കുന്നു. അപ്പൊ കടലക്കറീൻ്റെ മണം അടിച്ചിട്ട് പുട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കോരിക്കൊണ്ടുപോയി. അത് കാരണം ഞാനിത് കടലക്കറി കുക്കറിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടാണ് വറവിട്ട ഉള്ളി ഇടുന്നത്. ഒന്നും ഉണ്ടായിട്ടില്ല. ഈ കുക്കറിൽ കറി കുറഞ്ഞത് അത്രയും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതൊരു ബോറായിട്ട് ഫീൽ ചെയ്തു. അത് കാരണം ഞാനൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടാട്ടോ വറവിട്ടത്. അപ്പോൾ ഞാൻ നാളികേരം അരച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ വെട്ടി തിളയ്ക്കണം. നല്ലപോലെ തിളച്ചതിന് ശേഷം ഓഫാക്കാം. എന്നിട്ട് ചെറിയുള്ളി, വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ നമുക്ക് വറവിടാം. എന്നിട്ട് ലാസ്റ്റ് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ നല്ല അടിപൊളി കറി നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതെൻ്റെ കടലക്കറി നല്ലപോലെ തിളയ്ക്കുന്നുണ്ട് കേട്ടോ. ഞാനിത് ഓഫാക്കാൻ പോവുകയാണേ. എന്നിട്ട് നമുക്കിത് വറവിടാം. വറവിടാൻ ഞാൻ കുറച്ച് അധികം ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ചെറിയുള്ളി കൂടുതൽ ഉണ്ടാവുമ്പോഴാണ് ഈ കറിക്കൊരു നല്ല ടേസ്റ്റ് വരുന്നത് കേട്ടോ. ഇതാ ഇത്രയും ചെറിയുള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്.
അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലപോലെ ബ്രൗൺ കളർ ആവണം കേട്ടോ. അപ്പോൾ അതുവരെ നമുക്കിത് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഞാൻ വറ്റൽമുളകും കറിവേപ്പിലയും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് നമ്മുടെ കറിയിലേക്ക് ഇത് മാറ്റാം. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്